വലിയ യുദ്ധങ്ങളുടെയും സാമ്പത്തിക അസ്ഥിരതയുടെയും നിഴലിൽ നിൽക്കുമ്പോൾ കിഴക്കൻ ഏഷ്യയിൽ നിന്നും ഒരു സിംഹഗർജനം പോലെ ഒരു പ്രഖ്യാപനം മുഴങ്ങുകയാണ്. അത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ഭാവി ദിശയെപ്പോലും നിർണ്ണയിക്കുന്ന ഉറച്ച നിലപാടാണ്. ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ വീണ്ടും ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നു. ഞങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ല, ഇപ്പോഴല്ല, പിന്നീടല്ല, ഒരിക്കലുമല്ല. ഈ വാക്കുകൾ ഒരു സാധാരണ നയതന്ത്ര നീക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന നെഞ്ചെടുപ്പും ചില്ലറയല്ല. കാരണം ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ മിസൈൽ തിരിച്ചുവെച്ച രാജ്യമാണ് ഈ ഉത്തര കൊറിയ. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ചുടാൻ തക്കം പാത്തിരിക്കുന്ന രാജ്യമായതുകൊണ്ടും നിലവിൽ ഉത്തര കൊറിയ പിന്താങ്ങുന്ന ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത് കൊണ്ടും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. മാർച്ച് 23-ന് പുറത്തിറങ്ങിയ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തിന്റെ റബ്ബർ സ്റ്റാമ്പ് നിയമസഭയിൽ സംസാരിക്കവെയാണ് ഒരിക്കലും ആയുധം താഴെ വെക്കില്ല എന്ന നിലപാട് കിം വ്യക്തമാക്കിയത്. സ്റ്റേറ്റ് അഫയേഴ്സ് കമ്മീഷന്റെ തലവനായി വീണ്ടും നിയമിതനായതിന് പിന്നാലെയായിരുന്നു ഈ പ്രസംഗം നടത്തിയതും. അധികാരത്തിന്റെ ഉറച്ച പിടിയോടെ തന്റെ രാജ്യത്തിന്റെ സുരക്ഷാ തന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന സന്ദേശമാണ് അദ്ദേഹം ലോകത്തോട് പങ്കുവച്ചത്. ആണവായുധ രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ സ്ഥാനം ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര സമൂഹത്തിലുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിട്ട് തന്നെ വായിക്കപ്പെടുന്നു. കിമ്മിന്റെ പ്രസ്താവനയിൽ ആണവായുധങ്ങളെ ഒരു സൈനിക ശക്തി എന്നതിലുപരി ഒരു ഭരണഘടനാപരമായ ബാധ്യതയായിട്ടും ചിത്രീകരിച്ചു. രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ഈ ദൗത്യത്തെ നിർദ്ദേശിക്കുന്നു എന്നും അദ്ദേഹം പറയുകയാണ്. അതായത് ഉത്തര കൊറിയയുടെ ആണവ നയം ഒരു താൽക്കാലിക രാഷ്ട്രീയ നീക്കം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾക്കൊള്ളപ്പെട്ട ഒരു ദീർഘകാല പ്രതിബദ്ധതയാണ്. നമ്മുടെ സ്വയം പ്രതിരോധ ആണവ പ്രതിരോധം വികസിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്ന കിമ്മിന്റെ വാക്കുകൾ ഈ നിലപാടിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമാക്കുന്നു. ലോകരാഷ്ട്രീയത്തിൽ ഈ പ്രസ്താവന ഉയർത്തുന്ന തരംഗങ്ങൾ ചെറുതല്ല. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ശക്തമാകുമ്പോൾ ഉത്തര കൊറിയയുടെ ഈ പ്രഖ്യാപനം പുതിയ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നു. ആഗോള സുരക്ഷാ സാഹചര്യത്തിൽ ഇതിനകം തന്നെ സങ്കീർണതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ കിമ്മിന്റെ ഈ ഉറച്ച നിലപാട് സംഘർഷങ്ങളെ കൂടുതൽ വഷളാക്കുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. പ്രത്യേകിച്ച് ആണവായുധങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര നിയന്ത്രണ ശ്രമങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. കിം ജോങ് ഉൻ തന്റെ പ്രസംഗത്തിൽ തന്ത്രപരമായ ഭീഷണികൾ എന്ന പദം ആവർത്തിച്ചു. ഈ ഭീഷണിയെ നേരിടാൻ ആണവ ശക്തികളെ കൃത്യമായ സന്നദ്ധയിൽ നിലനിർത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് പ്രതിരോധ തന്ത്രത്തിന്റെ പേരിൽ ആക്രമണ നീക്കങ്ങൾക്ക് വഴിയൊരുക്കുന്ന നിലപാടാണെന്ന് വിദഗ്ധർ വിലയിരുത്തി കഴിഞ്ഞു. അതായത് ഉത്തര കൊറിയയുടെ ആണവ ശക്തി ഇനി വെറും പ്രതിരോധത്തിന് വേണ്ടി മാത്രമല്ല, ആവശ്യമെങ്കിൽ ആക്രമണത്തിനും സജ്ജമാണ് എന്ന സൂചനയാണ് ഈ പ്രസ്താവന നൽകിയിരിക്കുന്നത്. ദക്ഷിണ കൊറിയയോടുള്ള കിമ്മിന്റെ സമീപനം കൂടുതൽ കടുപ്പമുള്ളതാണ്. ഏറ്റവും ശത്രുതാപരമായ രാഷ്ട്രം എന്നായിരുന്നു അദ്ദേഹം ദക്ഷിണ കൊറിയയെ വിശേഷിപ്പിച്ചത്. ഇത് സാധാരണ രാഷ്ട്രീയ വിമർശനത്തിന്റെ അതിരുകൾ കടക്കുന്ന ഭാഷ തന്നെ. ദയയില്ലാത്ത എന്ന മുന്നറിയിപ്പോടെ ഏതൊരു നീക്കത്തെയും കഠിനമായി നേരിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കിമ്മിന്റെ പ്രസംഗം പ്രതിരോധവും ആണവ നയവും മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയും വിദേശ നയവും ഉൾക്കൊള്ളുന്നതായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം തുടരുവാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ ആണവ ശക്തി നിലനിർത്താനുള്ള പ്രതിബദ്ധതയും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള സന്തുലിതം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ ലക്ഷ്യം എത്രത്തോളം പ്രായോഗികമാണെന്ന ചർച്ചയും നിലനിൽക്കുന്നു. അവസാനമായി കിമ്മിന്റെ പ്രസംഗം ഒരു കാര്യത്തിൽ വ്യക്തത നൽകുന്നു. ഉത്തര കൊറിയ തന്റെ ആണവ പാതയിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നത്. ഈ നിലപാട് വെറും വാക്കുകളല്ല, അത് ഒരു രാജ്യത്തിന്റെ സുരക്ഷാ ദർശനവും രാഷ്ട്രീയ തിരിച്ചറിവും ചേർന്നുള്ള പ്രഖ്യാപനമാണ്. ലോകം ഈ പ്രഖ്യാപനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഇനി സംഭവവികാസങ്ങൾ നിർണ്ണയിക്കുന്നത്.